friends, welcome back to my channel. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കണേ. മീൻസ് ഓരോരുത്തരും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്, സജഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ റെസിപ്പി മന്തിയാണ്. മന്തി എന്ന് പറയുമ്പോൾ മന്തി റൈസ് മാത്രമാണ്. നമ്മളിപ്പോ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അതുപോലെ നല്ല മടിയായിരിക്കുന്ന സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കേണ്ട അവസ്ഥ വരില്ലേ, അപ്പൊ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ കാണിച്ചു തരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഈ മന്തിയിലേക്ക് നമുക്ക് ഫിഷോ ചിക്കനോ മട്ടനോ എന്താണെന്ന് വെച്ചാൽ കഴിക്കട്ടോ. റൈസ് സെപ്പറേറ്റ്, പിന്നെ നമുക്ക് അതിലേക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഫിഷാണ്. ഫിഷ് ഫ്രൈ ആണ് ഇതിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഫ്രൈ ചെയ്യാനുള്ള ഫിഷ്. നമ്മൾ നല്ലോണം ക്ലീൻ ആക്കി ലൈൻസ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കുക. പിന്നെ ഇത് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസാണ്. അതൊരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഈ കപ്പിലാണ് കേട്ടോ ഞാൻ അരി മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലൊരു 1.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. 4 കപ്പ് വെള്ളം ഒഴിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മന്തി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക്, മല്ലി, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ചെറിയ ജീരകം, ചിക്കൻ സ്റ്റോക്ക്, മന്തി മസാല. ഓക്കെ, പിന്നെ ഇത് വെള്ളത്തിൽ നിന്ന് കുതിർത്ത് ഊറ്റി വെച്ച അരി. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള പാത്രം സെറ്റാക്കിയിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നല്ലോണം പാന് ചൂടായാൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, കുരുമുളക്, മല്ലി ഇതെല്ലാം ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചൂടാക്കുക. പിന്നെ വേണ്ടത് മന്തി മസാല, അതുപോലെ ചിക്കൻ സ്റ്റോക്കും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ അരിയിലേക്ക് അളന്ന് മാറ്റി വെച്ച വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ മിക്സിലേക്ക് ഒഴിക്കുക. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് സെല്ല ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ റെഡി ആവുന്നുണ്ട്.
അപ്പൊ ഇതിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മന്തിയില്ലേ, ഇത് ഞാൻ ഒരു റെസിപ്പി നോക്കി പഠിച്ചതല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുമ്പോൾ എൻ്റെ ഊഹം വെച്ചിട്ട് പ്ലെയിൻ മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ആലോചിച്ച് നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മന്തി റൈസും ഫിഷ് ഫ്രൈയും നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ ഇതുപോലെ പല ആളുകളും ഉണ്ടാക്കുന്നുണ്ടാവും. ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം. അതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇനിയും വരാനുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ ഓൾ.